பிடிக்கும்னு நினைக்கிறேன். படம் பாருங்கள், ரொம்ப நல்லா இருக்குது. எஸ்பெஷலி அந்த ஷார்க் சீன்லாம் ரொம்ப மாசாக இருக்குது, ரொம்ப நல்லா இருக்குது. സൂപ്പർ പടം, ഒന്നും പറയാം. പോളി 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 ആക്ഷൻ ഹീറോ. പോളിയല്ല, ഗംഭീരം, മനോഹരം മനോഹരം, അടിപൊളി. ഒന്നും പറയാനില്ല. ഒന്നും പറയാം, സൂപ്പർ ഹിറ്റാണ്. സോഫിയ പോൾ നിർമ്മിച്ച ആർഡിക്സിന് ശേഷം ഇതുപോലൊരു ഹിറ്റ് പടം ഒന്നും പറയാനില്ല, സൂപ്പർ ഹിറ്റാണ്. എല്ലാം കൊണ്ടും കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമില്ല. തിയേറ്ററിൽ മച്ച് വാക്ക് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഗംഭീരം ഗംഭീരം ഗംഭീരം, സൂപ്പർ സൂപ്പർ. അടിയാണോ ഫുൾ പഞ്ച്. വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എക്സൈറ്റ്മെന്റ്. കടലിലെ സീനൊക്കെ പോളി, സൂപ്പർ. അവസാനത്തെ കൂട്ടപ്പറിച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അത് ഭയങ്കര രസമായിട്ടുണ്ട്. പെപ്പെ അടിപൊളി. പിന്നെ നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കടൽ ആ ഒരു പരിപാടികളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന നല്ല റെസ്പോൺസാണ് വരുന്നത്. നന്നായി വരട്ടെ. ഞാനും പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ പടവും നന്നായി. പിന്നെ കുറേ നാളായി ഓണത്തിന് റിലീസുണ്ട്. എല്ലാവരും കൂടെ എന്താണ് ഇന്ന് കണ്ടതിൽ സന്തോഷമുണ്ട്. പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്ന് എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അടിപൊളി ഫസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസോടാണ്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഫസ്റ്റായിട്ട് കാണുന്ന ഒരു പരിപാടിയാണ്. അത് ഉണ്ടാവുമെന്ന് തോന്നുന്നത് ഇപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് ഐ ഡോണ്ട് വോണ്ട് ടു റിവീൽ മച്ച്. ഇതിൽ ഒന്നും കാണാൻ ഇതിൽ അടി മാത്രമല്ല, നിറയെ ഒരു ഗ്രാമത്തിലുള്ളതാണ്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, കുറേ എലിമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്നത്. ഇപ്പം അത് ശരിക്കും നമ്മളിപ്പോൾ എല്ലാവരും നമ്മളുടെ ക്രൂ ആയിട്ട് ഇരുന്നല്ലേ കണ്ടത്. ഇതിനിപ്പോൾ ശരിക്കുള്ള ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ആ എഫക്റ്റ് നമുക്ക് അപ്പോഴല്ലേ കിട്ടുള്ളൂ. കൊണ്ടലാണ് കണ്ടത്. കൊണ്ടൽ അടിപൊളി പടമാണ്, ഗംഭീര പടമാണ്. പെപ്പയുടെ ഇടിയും അഭിനയം ഒക്കെ കലക്കിയിട്ടുണ്ട്. ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. നമ്മുടെ ഓണത്തിന് നല്ല രീതിയിൽ ആർട്ടിസ്റ്റാണ് പറ്റുന്ന പടമാണ്. കൊണ്ടലാടി വെളിപ്പാടാണ്. നമ്മളെ പെപ്പര ഫൈറ്റിംഗ് സീനായാലും കടലിലത്തെ വിഷ്വൽസ് ആയാലും VFX ആയാലും പക്കാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് മൂവിയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് കാണാവുന്ന ഒരു മാസ് പടമാണ്. ഇടി എന്ന് പറഞ്ഞാൽ ഒരു സുനാമി ഇടിയാണ്. ഇടി ഒട്ടും മോശമല്ല. എന്താ പറയുക, സുനാമി പഞ്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പുതിയൊരു പേരിടാം. അതേപോലെ നല്ല കിട്ടലിന് ഇടികളുമുണ്ട്. അതേപോലെ തന്നെ ഇടി മാത്രമല്ല, ഇതിനകത്തൊരു ഇത് കൂടുതൽ കഥയെന്ന് പറയാനുള്ള എല്ലാവരും വന്ന് കാണട്ടെ. കടൽ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല ത്രില്ലിംഗ് ആയിരുന്നു. കടലിലെ നല്ല അനുഭവം. കടലിൽ അധികം ഉൾക്കടലിലേക്ക് അധികം പോയിട്ടില്ലെങ്കിലും നല്ല പശ്ചാത്തലമായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. വളരെ ഓരോ ആക്ഷനും വളരെ ഫീലിംഗ് ആയിരുന്നു. നമുക്ക് തിയേറ്ററിൽ വളരെ സന്തോഷം. നമ്മുടെ കഷ്ടപ്പാടിനൊരു ഫലം ഉണ്ടാകും തോന്നി. എന്താ പറയുക, 60 ദിവസമുള്ള കണക്കിലുണ്ടായിരുന്നു. അതിൽ ആ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. ഇത് ശരിക്കും ഞങ്ങൾ ഒരു കൂട്ടായ്മയുടെ സിനിമയാണെങ്കിൽ കൂടി അതിൻ്റെ നമുക്ക് ലീഡർ എന്ന് പറയുന്ന ഒരാൾ അജിത്താണ്. അജിത്തിൻ്റെ ഉള്ളിലെ സിനിമയാണ്. നമ്മളൊക്കെ എത്ര ടേക്ക് എടുത്തെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ അതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് പടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്നാലും പ്രേക്ഷകരോട് നല്ല എക്സ്പീരിയൻസ് ആണ്. എക്സൈറ്റഡ് ആണ്. ഭയങ്കരമായിട്ട് VFX ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വർക്കൗട്ടായിരുന്നു. ഓഡിയൻസ് പറയണം.